ഇത് നമ്മൾ പുതിയൊരു ബിസിനസ്സാണ് തുടങ്ങാൻ പോണത്. നോക്കാം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എത്ര റിച്ച് ആവാൻ പറ്റുന്നത്. സോ ഇതിലായ തന്നെ പറയണത് ഗുഡ്സ് ഓർഡർ ചെയ്യാനാണ്. അയ്യോ ഇത്രയൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല, ആ കൂടി $50 ഇതിൽ 2 പെട്ടി ഇത് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ? രണ്ടെണ്ണം ഓരോന്ന് വീതം വെച്ച് വാങ്ങാം. ഓക്കെ, പിക്കപ്പ് ദ ബോക്സ് ലിസ്റ്റ് അറൈവ്ഡ്. ഓക്കെ പെട്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. സിറ്റി കൊള്ളാട്ടാ, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, നല്ല സിറ്റി. നമ്മൾ പുതിയതായി ഈ സിറ്റിക്ക് വന്നതാണ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാത്രം. നമ്മളതിനൊരു ബിസിനസ് മൈൻഡുള്ള ഒരാളാണ്. നമുക്ക് എത്ര വേണ്ടത് റിച്ച് ആവണം, അതാണ് വേണ്ടത്. സൂപ്പർ മാർക്കറ്റൊക്കെ മറ്റേ ലുല്ലുമാളാക്കണം സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഈ ചെറിയ ചെറിയ കളികൾ, അതിന് വലിയ വലിയ കളികൾ മാത്രം. ഇനിയാണ് കുറച്ച് ബുദ്ധിപരമായി കളിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് $3.96. അങ്ങനെ ഒരു നമുക്ക് നല്ല പ്രോഫിറ്റ് വേണമെങ്കിൽ ഇത് 4.00 ഇടാം. അങ്ങനെ ഒരു നമുക്ക് $3.01 പ്രോഫിറ്റ് ഉണ്ട്. യെസ് ദിസ് ഈസ് ബിസിനസ്. നോക്കുക എങ്ങനെ റിച്ച് ആവണേന്ന്. ഇതിൽ നിന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 5.98 അങ്ങനെ ഒരു നമുക്കിതൊരു 6 ഇടാലോ. 6.00 ഇരിക്കട്ടെ. 3.1 മറ്റേതിലത്തെ പ്രോഫിറ്റ് തന്നെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവർ പറയുന്നത് കട ഓപ്പൺ ചെയ്യാനാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടില്ലോ. ഇത് GTLത്തെ ട്രവർ അല്ലേ? അല്ല ഏതൊരപ്പാവന. പിന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ഇനി ഇതിങ്ങനെ ക്യാഷ് അങ്ങനെ വരുമ്പോൾ ഇത് $1 അല്ലേ? 1 2 3 4 ആയില്ലേ? ഇതെങ്ങനെ കൊടുക്കണം ഇയാൾക്ക്? ചേട്ടാ കാശ് സെറ്റായിട്ടുണ്ട്. ചേട്ടാ കാശ് ഇയാൾക്ക് ഗൂഗിൾ പേ ചെയ്യണം. ചേട്ടാ കാശ് ഇവിടെ എൻ്റെ. ഓക്കെ അത് കൊടുക്കാം. ഇനി ചേച്ചി കാടാട്ടാ. കാർഡൊക്കെ എത്ര സിമ്പിളാടേ. ഇതൊന്നും ബാലൻസ് കൊടുക്കാനില്ലല്ലോ. പോ പറ്റിക്കാൻ വന്നേക്കണം. ഇതിൽ 5 എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ ദിവസം തന്നെ അത്യാവശ്യം തിരക്കേടിൽ എൻ്റെ കച്ചവടം പോയിട്ടാ. കൂടി 2 സാധനങ്ങൾ വിൽക്കണമല്ലോ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റാണ്, ഭയങ്കര ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. കണ്ട ചേച്ചി വന്നു സീരിയൽ വാങ്ങാൻ. ഇനി ഇതിലെന്തൊക്കെ വാങ്ങാൻ പറ്റും നോക്കാം. ഇതിൽ ഫർണിച്ചർ, ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. ഫ്രീസർ, സ്പോട്ട് ലൈറ്റൊക്കെ വാങ്ങാൻ പറ്റും കേട്ടാ. അതാ പറയാം, നമ്മളൊരു ലുല്ലു മാളാക്കി എടുക്കും ഇത്. പിന്നെ ഹയറിങ്, കാഷ്യറിനെ ഹയർ ചെയ്യാൻ പറ്റും, റീസ്റ്റോക്കറിനെ ഹയർ ചെയ്യാൻ പറ്റും. ഈ ക്യാഷിനേക്കാൾ നല്ലത് ഈ കാർഡ് തരുന്നത് കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ വെറുതെ അടിച്ച് വിട്ടാൽ മതി. മറ്റേത് ബാലൻസും കൊടുത്ത് കാർഡ്. നല്ല ചേട്ടൻ 6.00. നിങ്ങളെന്താ പറയുന്നു? അടുത്ത ആൾ കാർഡാവും തരാം അല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ. 4.00. ഇനി നിങ്ങൾക്കുള്ളൊരു ചാലഞ്ചാണ്. ഇനി ഇയാൾ കാർഡ തരുന്ന കഴിഞ്ഞ് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു. കാർഡ തന്നെ. ഇപ്പോൾ ക്യാഷ് എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ അത്രയേ ഉള്ളൂ. ലാഗ് ഉണ്ടാവും മിക്കവാറും. നമ്മൾ ഇതിൽ സൂപ്പർ മാർക്കറ്റ് വിറ്റ് റിച്ച് ആവണേക്കാൾ മുന്നേ എൻ്റെ ഫോൺ അടിച്ചു പോകുന്നു തോന്നുന്നുണ്ട്. എന്നാണെങ്കിലും നോക്കാം, എവിടെ വരെ എത്തും നോക്കാം. ഇതിൽ വലിയ അത്യാവശ്യം വലിയ സിറ്റി തന്നെ കേട്ടാ. ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ഇതിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കിട്ടുവാനെ. കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് ഫോർ അതൊക്കെ. പിന്നെ പാർക്കോറൊക്കെ പറ്റുമോട്ടെ ഇതിൽ. എങ്ങോട്ടേക്ക് പോകണേ? മതി ഓടോ. എനിക്ക് കാർ വാങ്ങണം. ഇതിൽ കാറൊക്കെ വാങ്ങാൻ പറ്റാമോ? ആരാണെങ്കിൽ നമ്മൾ റിച്ചായതിനൊരു കാരണമുണ്ട്. എന്നിട്ട് പറയണേ ചിക്കോ പിക്ക എന്നിട്ട് അതാണ്. ഇത് തീർന്നു കേട്ടോ. 2 ബ്രെഡ് കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, 2 വന്നിട്ടുണ്ട്. ഇവിടെ ഈ സിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ഡെലിവറിയാണ്. അഡ്വാൻസ്ഡ് ആയ സിറ്റിയാണ്, അതുകൊണ്ടെല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി, അപ്പോഴേക്കും വീടിൻ്റെ മുന്നിലേക്ക് എത്തും. അല്ലേ ഏതാ? രാത്രി തുടങ്ങിയിട്ടാ. ഇയാളെ പറ്റിക്കാൻ പറ്റൂടേ? അത് നോക്കട്ടെ ഏട്ടാ. കാർഡ് തരട്ടെ. ഇപ്പോൾ ശരിക്കും ഇയാൾ നമുക്ക് $4 തരണ്ടേ? ഞാൻ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു $5 എടുക്കാൻ പോണ്. ഇൻകറക്റ്റ് പേയ്മെൻറ്റ് എമൗണ്ട്. അത് പറ്റി പറഞ്ഞെങ്കിൽ കൊള്ളക്കടത്തായതിനോടെ. എന്നിട്ട് സ്ലൈസ്ഡ് ബ്രെഡാ? അതല്ല ബ്രെഡ്. സ്ലൈസ്ഡ് ബ്രെഡ് വേറെ സംഭവം തോന്നുന്നുണ്ട്.
ഈ ക്യാഷ് തരൽ നിർത്തുമോ നിങ്ങൾ? എനിക്ക് 38. ഇത് ഭയങ്കര കോംപ്ലീറ്റാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൊടുത്ത് കാണിച്ചാൽ 31 ആയിട്ടുള്ളൂ. 37 പിന്നെ ഒരു 50 കണ്ട. ഇതൊക്കെ എന്ത്? ഈ ചേച്ചി കാർഡ് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മറ്റേ സബ്സ്ക്രൈബർ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടാ. ദൈവമേ, ഓ ഈ ഗെയിം എൻ്റെ ഭാഗത്താളാ. ഇനി ഈ ഗെയിം എൻ്റെ കൂടെയാണ്. 9 മണി ഇന്ന് അതിന്. ഓ പുതിയ ക്ലോസ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അടച്ചു ആദ്യത്തെ ദിവസം. നമുക്ക് പ്രോഫിറ്റ് വലിയ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ. ഓ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താൽ പുതിയ ബില്ല് വരുന്നൊക്കെ പറയണം. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇലക്ട്രിസിറ്റി അല്ലേ. അയ്യോ നല്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. അയ്യോ ഓ ഇപ്പോൾ ഓഫാല്ലത്. ഇന്നലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കടന്നൊരു പുതിയ സൂപ്പർ മാർക്കറ്റ്, ഹൈ ക്വാളിറ്റി അൾട്രാ പ്രോ മാക്സ് അട്ട സൂപ്പർ മാർക്കറ്റ്. കടന്നു വരും അല്ലേ. നമ്മൾ പാർക്കോർ ദൈവട്ട. സൂപ്പർ മാർക്കറ്റ് നടത്തിയാലും പാർക്കോർ ദൈവം തന്നെ. അത്യാവശ്യം വലിയ സിറ്റി തന്നെ. ഗെയിം അനുസരിച്ച് ഒന്ന് പുറത്ത് തുപ്പിയായിരുന്നു. അത് കയറി വന്നപ്പോൾ 21 ചെക്കൗട്ടിൽ നിന്ന് 23 ഉണ്ടായിരുന്നല്ലേ. ഈ കസ്റ്റമേഴ്സ് ഇത് എന്ത് ചെയ്യാനാണ്? തുടങ്ങുമ്പോഴേക്കും ബിസി. സൂപ്പർ മാർക്കറ്റിൻ്റെ വേൾഡ് ഓഫ് ദി യൂണിവേഴ്സായി. വീണ്ടും തുപ്പി. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. പാർക്കിക്ക് പോകുമ്പോഴാണ് ഗെയിം തുപ്പണത്. ഷിറ്റ്, പിന്നെ പാർക്കിക്ക് പോകാൻ പാടില്ല ഞാൻ. ഇതിനൊക്കെ വിട്ട് നമുക്ക് റിച്ചായാൽ മതി. അതൊക്കെ അത്രയേ ഉള്ളൂ. പാർക്കിക്കൊന്നും പോകാൻ സമയമില്ല. റിച്ചാവാ. ഈ ബിൽഡിംഗ് അടക്കം നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഈ എല്ലാ ബിൽഡിങ്ങും വാങ്ങിച്ചിട്ട് ഇതൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റ് ആക്കാൻ പറ്റും. അവിടെ എന്നെ ഇടിച്ചു. പക്ഷെ ഞാൻ ചത്തില്ലട്ടെ. ഇന്ന് കസ്റ്റമേഴ്സൊന്നും വരണം. ഓഫ് മണ്ടൻ ഓപ്പൺ ആക്കിയിട്ട് പോലിയ. ഓക്കെ യെസ്. ഇനി കസ്റ്റമേഴ്സിൻ്റെ മഴയായിരിക്കും. ഇനി നിന്ന് തിരിയാൻ ടൈമില്ല. ഇനി കമ്പും നിൽക്കാൻ പറ്റുമോ? എടേ ഞാൻ ആരത്? ഹുഷ് കണ്ട കമ്പുമ്പൊക്കെ ചാടി നടക്കണം കുരങ്ങൻ്റെ പോലെ. സ്റ്റോർ ലെവൽ 2 ആയിട്ടാണ്. നമുക്കിനി 3 ആയിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ ചേട്ടാ വരൂ. സാധനങ്ങളെടുക്കൂ, പോകൂ. സാധനങ്ങളെടുക്കൂ. ഓക്കെ ഇനി പൊക്കോ. ചേച്ചി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ക്യാഷ് തന്നെ തന്നെ. ശരിയല്ലാട്ടത്. അയ്യോ 100. യു ക്യാൻ ക്ലിക്ക് ദ ബട്ടൺ ടു. തിരിച്ചെടുക്കണം എനിക്ക് തിരിച്ചെടുക്കണം. അയ്യോ ഇതിൻ്റെ ആവശ്യമില്ല ഇവൾക്ക്. 4 1 2 3 4. ഓക്കെ ഇനി പൊക്കോ. സ്റ്റോർ ലെവൽ 2. നേരത്തെ 2 ഫുള്ളായതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്റ്റോർ ലെവൽ 3 ആയിട്ട് വേണ്ട നിർത്താൻ. നമുക്ക് ഈ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് നിർത്താം. 2 ചെക്കൗട്ട് കൂടി. 2 ചെക്കൗട്ട് ചാട്ടേ കടയ്ക്കല്ലേ? അതന്നെ 2 ഇറ്റങ്ങൾക്ക് ഇതന്നെ വാങ്ങാൻ പറ്റുള്ളൂ ഇപ്പം. അയ്യോ കഴിഞ്ഞു. വെറുതെ അല്ല കഴിഞ്ഞു. റീസ്റ്റോക്ക് ചെയ്യട്ടെ. ഓക്കെ ഈ ചേച്ചിയും ക്യാഷാ. 25ാമത്തെ ചെക്കൗട്ടും ക്യാഷാ. പക്ഷെ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ വെച്ച് നിർത്താം. ആ ചേച്ചിക്ക് കൂടി കൊടുക്കട്ടെ അല്ലേ? പാവം കുറേ നേരം ഉണ്ടാവും നിന്നിട്ട്. ഞാൻ കണ്ടു ഉപ്പനെ ഒന്നുള്ളൂ മതി. ഞാൻ വന്നാലും പറ്റില്ല. ഞാൻ കട അടച്ചു. ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു. ക്ലോസ്. ഈ ചേച്ചിയും കൊണ്ട് കൊടുത്തിട്ട് നിർത്താം വീഡിയോ നിർത്താൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഗെയിം എൻ്റെ ഭാഗത്തായിട്ട് ഓരോ ഭാഗത്തായി തോന്നുന്നുണ്ട്. നിർത്താൻ സമ്മതിക്കുന്നില്ല വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണും. അതൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടേക്കാം. എന്നിട്ട് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ചാനലുണ്ട് എന്ന് പറഞ്ഞൊന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.